ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയിട്ട് ഇന്ന് 57 വർഷം. 1969 ജൂലൈ 20-നാണ് അമേരിക്കയുടെ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയത്. മനുഷ്യന്റെ ചെറിയ കാൽവയ്പ്, മനുഷ്യരാശിയുടെ വലിയ കുതിപ്പ് എന്നാണ് ചന്ദ്രനിൽ കാലുകുത്തിയതിനെക്കുറിച്ച് നീൽ ആംസ്ട്രോങ് പ്രതികരിച്ചത്. ശീതയുദ്ധകാലത്ത് അമേരിക്കയും USSRും തമ്മിലുണ്ടായിരുന്ന പരസ്പര മത്സരത്തിൽ ബഹിരാകാശത്തേക്ക് ആദ്യം മനുഷ്യനെ അയച്ചത് റഷ്യയായിരുന്നു. 1961 റഷ്യയുടെ യൂറി ഗഗാരിനാണ് ആദ്യമായി ബഹിരാകാശയാത്ര നടത്തിയത്. 1966 റഷ്യയുടെ ലൂണാർ 9 ആളില്ലാ വാഹനവും ചാന്ദ്രോപരിതലത്തിൽ ഇറങ്ങി. അമേരിക്കയെ സംബന്ധിച്ച് ഇത് വലിയ അഭിമാനക്ഷതമായി മാറി. ഇതിന് ബദലെന്ന നിലയിൽ 1961 അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡിയാണ് അമേരിക്കയുടെ ചാന്ദ്രദൗത്യം പ്രഖ്യാപിച്ചത്. 10 വർഷത്തിനകം ചന്ദ്രനിലേക്ക് അമേരിക്ക മനുഷ്യരെ എത്തിക്കുമെന്നായിരുന്നു ജോൺ എഫ് കെന്നഡിയുടെ പ്രഖ്യാപനം. തുടർന്ന് നിരവധി ചാന്ദ്രദൗത്യ പദ്ധതികൾ 8 വർഷത്തോളം അമേരിക്ക പരീക്ഷിച്ചു. ഇതിന്റെ വിജയകരമായ കുതിപ്പായിരുന്നു 1969 ജൂലൈ 16 കുതിച്ചുയർന്ന അപ്പോളോ 11 ചാന്ദ്രവാഹനം. സാറ്റേൺ V എന്ന റോക്കറ്റിലായിരുന്നു അപ്പോളോ 11 വിക്ഷേപിച്ചത്. 3 മനുഷ്യരാണ് അപ്പോളോ 11 ഉണ്ടായിരുന്നത്: നീൽ ആംസ്ട്രോങ്, ബസ് ആൾഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവർ. 1969 ജൂലൈ 20 നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങി. തുടർന്ന് ബസ് ആൾഡ്രിനും ചന്ദ്രനിൽ ഇറങ്ങി. ദൗത്യത്തിലെ 3ാമത്തെ വ്യക്തി മൈക്കൽ കോളിൻസ് ചന്ദ്രനെ ചുറ്റുന്ന കമാൻഡ് മൊഡ്യൂളിൽ തുടർന്നു. ചന്ദ്രനിൽ കാലുകുത്തിയ നീൽ ആംസ്ട്രോങ് അവിടെ അമേരിക്കൻ പതാക നാട്ടി. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലിറങ്ങിയ സ്ഥലത്തെ സീ ഓഫ് ട്രാൻക്വിലിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.